നമ്മുടെ ജിതിൻ്റെ കാലിന്മേ പാമ്പ് കടിച്ചു ഗൈസ്. ഇതിന്റെ എവിടെ ആ കാലെവിടെ? ആ കാല് കാണിക്കൂ ഗൈസ്, എവിടെ കാണിക്കൂ? ആ കാല് കാണിക്കൂ. പാമ്പ് റീചാർജ് ചെയ്യാൻ വന്നാണ്. എന്ത് വിഷം കഴിഞ്ഞ പോലെ നമ്മള് പ്രേതങ്ങളെ പോലെയൊക്കെ തോന്നിയായിരിക്കും. ന്യൂ ഇയർ ആയിട്ട് ഇനി തെറിയും കേൾക്കൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗോ ഒന്നൊന്നായിട്ടല്ല എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ള, അതായത് നിതീഷിക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, വീഡിയോസിലെല്ലാം ഉള്ളതാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാനൊരു ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, ഞാനിപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയായിരുന്നു അല്ലേ. അപ്പോൾ അതിന് അൺബോക്സിങ് കാര്യങ്ങളൊന്നും ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹമാണ് ഒരു സ്പീക്കർ വാങ്ങാം. അപ്പോൾ അതിനുശേഷം അവൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായി സ്പീക്കറിൻ്റെ റിവ്യൂ കാണിച്ചു തന്നിട്ട് കുറേ നേരത്തെ എങ്ങനെ അടിപൊളിയില്ല കുറേ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൻ ആ സ്പീക്കർ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ റിവ്യൂ ഇത് കാണും, ഇടയ്ക്ക് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്, അതിൻ്റെ ഇതൊന്നുമല്ല അതൊക്കെ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ്റെ സ്പീക്കർ മേടിച്ചെടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ മേടിച്ചെടുക്കാൻ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹമാണ് സ്പീക്കർ വാങ്ങണമെന്നുള്ളത്. അവൻ പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ പൈസയൊക്കെ ചേർത്ത് സ്പീക്കർ വാങ്ങണം എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാം, ബർത്ത്ഡേക്ക് സ്പീക്കർ ഗിഫ്റ്റ് കൊടുക്കാം. സ്പീക്കറെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാം, നമ്മളൊന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് നമ്മൾ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകും. നാളെ അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് നമ്മളെ ഗിഫ്റ്റ് കൊണ്ട് പൊതി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ വലിയൊരു പെട്ടീനായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം അവൻ വിചാരിച്ചോട്ടെ, അവരൊരിക്കലും വിചാരിക്കാൻ പാടില്ല അതാണ് കൊടുക്കണമെന്നല്ല. ചെറിയ വലിയ പെട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ വിചാരിച്ചാലോ. അപ്പോൾ നമുക്ക് നമ്മൾ ഇതിലാണ് വലിയൊരു പെട്ടി തന്നെ വിചാരിച്ചോളൂ, വലിയ കനമുള്ളതാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ. നമുക്ക് എന്താ ഇതിനുള്ളിൽ ഇതിന് അൺബോക്സിങ് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് അതാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അല്ലെങ്കിൽ ഇളകി കളിക്കുമ്പോൾ നമുക്കൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടപ്പെടട്ടെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ചവറൊക്കെ ആയിട്ടൊന്ന് ഇരുന്നോട്ടെ സാധനം. നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ടാപ്പ് വെച്ച് ചുറ്റാം. ഇങ്ങനെയല്ലല്ലോ ഉണ്ടായിരുന്നത്. ഇത് എങ്ങനെയാണിപ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം. ആ കിട്ടിപ്പോയി. ഇതോടുകൂടി ഞാൻ ഗിഫ്റ്റ് പുതിയ ഞാൻ പഠിച്ചു. നമ്മുടെ ഗിഫ്റ്റ് ഇതാ പൊതിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അതുപോലൊരു ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട്. ഇതാണ് ഡ്രസ്സാട്ടെ ഈ പരിപാടി. ഇതിങ്ങനോട്ട് പിടിക്കുക. അതിന് ശേഷം ഉണ്ടോ ഇങ്ങനോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കിതാ അതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഇത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതുവരെ ഇങ്ങനെ ആവും. ഓക്കെ, നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കണം. ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊന്നും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സംഭവം എളുപ്പമാണ്. കണ്ടോ, ഈ രണ്ട് ഇതുണ്ടല്ലോ, ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുവരെ വരിക്കുക അല്ല, ഇതുപോലെ ഒരു പൂവായിട്ട് മാറും. ഇനി അതിൽ വേറൊരു സൂപ്പർ പണി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇതിൽ ഒരെണ്ണമായിട്ട് ഇങ്ങനെ എടുക്കുക. കത്രികട എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചുരുണ്ട് തയ്യോ ഷേപ്പിൽ കണ്ടോ, ഇങ്ങനെ വരും. ഇതും അതുപോലെ തന്നെ ചെയ്യാം. കണ്ടോ, ഒരു ചുരുണ്ട ഒരു തരും. പിന്നെ അത് നമുക്കിതിൽ ഇവിടെ വെച്ചെടുക്കാം. ഓക്കെ, നമുക്ക് അവന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അവിടെ റെഡി ആയിട്ടോ. പിന്നെ ഇത് നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് അവന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 12 മണി കഴിയായിട്ട് നമുക്ക് അവന് സർപ്രൈസ് ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പോൾ സമയം 11:50.
അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്ക് പോകാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2-3 ഫ്രണ്ട്സ് കൂടി ഉണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗിൽ നമ്മൾ ഗിഫ്റ്റ് നമ്മൾ നേരത്തെ പോകുന്ന ഗിഫ്റ്റാണ്. ഇത് വലിയൊരു ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്നാണ്. അപ്പോൾ 2-3 ഫ്രണ്ട്സ് കൂടി ഉണ്ട്. അവരോട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് ടീം കൂടെ സെറ്റാണ്. എല്ലാവരും വന്ന്. അപ്പോൾ നമ്മൾ പ്രേതങ്ങളെ പോലെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ പ്രേതങ്ങളെല്ലാം മനുഷ്യന്മാർ തന്നെയാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു അഭാവം പോലും നമ്മളിങ്ങനെ ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അബി നിതിൻ, മഹേഷ് ചേട്ടൻ, കണ്ണാപ്പി ഇങ്ങോട്ട് പാടാ, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ എന്താ പോലെ നമുക്ക് ഓക്കെ, നമുക്ക് പോകട്ടെ. ഇനി യാത്രയില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം എത്താറായി, അവൻ്റെ വീണ്ടും അവിടെ എത്താറായി. കാരണം നമ്മൾ വണ്ടി നമ്മളവിടെ വെച്ചു കേട്ടോ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ആ സൗണ്ട് കേട്ടെങ്ങാൻ എന്തായാലും അവ അറിയും. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് പെട്ടെന്ന് അറിയിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെച്ച് നടന്നാണ് കേട്ടോ വരുന്നത്. ഇല്ലല്ല, ഈ വെള്ളമൊക്കെ പറ്റി കണ്ട, ആദ്യമൊക്കെ തൊഴിലുണ്ടായിരുന്ന പറ്റി. അപ്പോൾ ഗൈസ് നമ്മൾ അവൻ്റെ വീണ്ടും അടിക്കുള്ള വഴിയിലെത്തിയിട്ടാണ്. ഇത് കൂടെ പോയി കഴിഞ്ഞാൽ എത്തി. അപ്പോൾ സമയം എത്രയും കറക്റ്റ് 12. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ അവനെന്തായാലും ചെറിയൊരു സർപ്രൈസ് അതന്നെ. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വേറൊരു ഹാപ്പി ന്യൂ ഇയർ, വലിയൊരു ഹാപ്പി ന്യൂ ഇയർ പറയാമല്ലേ ഗൈസ്. അവിടെ കിടക്കുന്നുണ്ടാവും കേട്ടോ. ആരാണ് വാതിൽ തുറക്കാന്ന് അറിയില്ല. അതിൻ്റെ കൂടെ ന്യായം പഠിക്കണ്ട കേട്ടോ. നമുക്ക് എന്തായാലും കോഴിമേൽ അടിച്ചു നോക്കി വെക്കാം. ന്യൂ ഇയർ ആയിട്ട് ഇനി തെറിയും കേൾക്കൂ. വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ തന്നെയാണോ? ചവിട്ടി കൊടുക്കണം അടിയിൽ വരുന്നത്. നല്ല ഉറക്കത്തിലാണ്. ഇതാണ് റൂമിലാണ്. പബ്ജി കളിച്ചിട്ടുണ്ട്. Happy birthday! സർപ്രൈസ്. എന്താണ് ഇവിടെ നടന്ന്? ഞാൻ എവിടെയാണെന്നുള്ളത് എന്തോ സ്വന്തം കണ്ട് കഴിക്കണമാരെ. ഇത് ശരിക്കും ഞാനില്ല. എന്താ ഒപ്പം ഉണ്ടായിരുന്നൊക്കെ ഇവിടെ കേക്ക് കട്ടിങ് സെറമണി ഒക്കെ ഉണ്ട്. കേക്ക് എന്തായാലും അറിയില്ല. നിങ്ങളെ ഏൽപ്പിച്ചാൽ കേക്ക് അവൻ പഠിക്കണം കേട്ടോ. അതൊക്കെ വളരെ പകുതി അനിയത്ര വരെ മേടിച്ചിട്ടാണ് അവൻ പഠിക്കണത്. കാരണം ആ പഠിക്കാനുള്ള ഒരു ഇത് കാരണം കേട്ടോ. അനിയത്ര വരെ മേടിച്ചാണ് അവൻ പഠിക്കണത്. പഠിച്ചതിന് വീണ്ടും വീണ്ടും പഠിച്ച് അത് തെളിയിച്ചോണ്ടിരിക്കണം.
മനസ്സിലായി ഇപ്പൊ കടന്നേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ഐസ ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ബർത്ത്ഡേയും പാടുള്ള ഒരു കേക്കാണ്. അതെങ്ങനെ ആയി? അതെങ്ങനെയാണോ അങ്ങനെ ആയത്? അതെങ്ങനെ ആയത്? കടിച്ചു കൊടുത്താലോ ചിക്കൻ അത് നോക്കല്ലോ ചിക്കൻ. ഓക്കെ ചിക്കൻ നീ വെച്ചോ. ഓക്കെ ഓക്കെ. Happy birthday to you. Happy birthday മുറിച്ച് കൊടുക്കുക. എന്താ നിന്റെ തലേ മാറ്റി ഇതപ്പോ എല്ലാരും കേക്ക് കഴിക്കാണ്. സെൽഫി സെൽഫി. അപ്പൊ ഗൈസ് ബർത്ത്ഡേ ബോയോടൊപ്പമുള്ള ഒരു സെൽഫി എടുക്കാൻ പോകണ്ടോ. അപ്പൊ ഇതില് എവിടെയാണ് സെൽഫി നോക്കാൻ വിചാരിക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ സെൽഫി. ഓക്കെ, ആ വില കൂടിയ ഫോണാണ് ഗൈസ്. എല്ലാവരും ഓക്കെ 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 ഗൈസ്. അപ്പം സെൽഫി എടുത്ത് കഴിഞ്ഞു. ഇനി വളരെ ചെറിയൊരു സംഭവം കൂടി അവിടെ കൊടുക്കാനുണ്ട്. ഓക്കെ, ഗിഫ്റ്റ് കേട്ടോ. വളരെ ചെറുതാണ്, ലൈറ്റാണ്. ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം. ടൂൾസ് ഉണ്ട് അവളുടെ ടൂൾസ് ഉണ്ട്. പിന്നെ അല്ല പെട്ടെന്ന് കഴിക്കാൻ ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ തന്നെ പാക്കിയതാണ്. സൗണ്ട് ഡ്രം. ഇതിന് അൺബോക്സിങ് നമുക്ക് വേറെ ചെയ്യാം. വർക്കിംഗ് ആണ്. Power on. Yes. Bluetooth mode. Okay. No copyright songs. Okay. Set ആയില്ലേ? Okay അല്ലേ? Happy അല്ലേ? F മോഡാണ് ഗൈസ്. അപ്പൊ ഇതിന്റെ ഫുൾ റിവ്യൂ വേറെ വരും കേട്ടാ.
സൗണ്ട് കേൾപ്പിച്ച ബാഗ് ഓക്കെ ബ്ലൂടൂത്ത് ബോർഡ് മതി. അപ്പൊ ഇത്രേ ഉള്ളൂ. അതിന്റെ ഒരു റിവ്യൂ പറഞ്ഞു എങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എക്സ്പെക്ടഡ് അല്ലായിരുന്നു. അപ്പൊ പരിപാടി എത്ര പണ്ടാണ്ട് പോയിട്ട് ആൾക്കാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ ഇതൊക്കെ ചെയ്യണമെന്ന്. കേക്കോട്ടൊരു ഫേഷ്യല് എത്ര പറയാം ഇത്ര പറയാം വേറെ ആഡ് ചെയ്യണോ? അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ കഴിഞ്ഞിറക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.